കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു. വലിയ ആവേശത്തിലായിരുന്നു കക്ഷി. ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഭയങ്കരമായ അറിവ്, എക്സ്ചേഞ്ച് റേറ്റ്, ലിവറേജ്, ഗ്രാഫുകൾ, അങ്ങനെ കേട്ടു നിന്നാൽ ആർക്കും തോന്നും ഇയാൾ എന്തോ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണെന്ന്. പക്ഷെ അയാളുടെ വിവരണം കേട്ട് ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് സത്യം മനസ്സിലായത്. അയാൾ ഒരു വലിയ കെണിയിൽ തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്നത് പോലുമില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ ചെറിയ ടൗണുകളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ വലിയൊരു വല വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് ഫീഡിലോ ഒക്കെ ചില പരസ്യങ്ങൾ വരുന്നുണ്ടാകും. സൈപ്രസ് എന്നോ കംബോഡിയ എന്നോ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വിദേശത്തുള്ള വലിയ കമ്പനികളാണെന്ന്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വെറുതെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയാക്കി തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സത്യം പറഞ്ഞാൽ ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നമ്മുടെ ഈ ഒരു ചിന്താഗതിയാണ്. ഇവർ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ്. 10, 20, 5000 രൂപ നിങ്ങൾ ആദ്യം നിക്ഷേപിക്കുന്നു. പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം അത് 6000 ആയിരിക്കുന്നു. അവർ ആ പണം കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരികയും ചെയ്യും. ഇവിടെയാണ് ആ കെണി മുറുകുന്നത്. ഈ ചെറിയ ലാഭം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊള്ളാമല്ലോ, ഇത്രയും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിന് ജോലിക്ക് പോകണം. നമ്മൾ അടുത്ത തവണ 50,000 രൂപ നിക്ഷേപിക്കും. അപ്പോഴും അവർ ലാഭം കാണിച്ചു തരും. ആവേശത്തോടെ നമ്മൾ 5 ലക്ഷമോ 10 ലക്ഷമോ നിക്ഷേപിക്കുമ്പോൾ കളി മാറും. പണം പിൻവലിക്കാൻ നോക്കുമ്പോൾ അവർ പറയും ഇതിന് സർവീസ് ചാർജ് അടയ്ക്കണം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കണം, ഇതൊക്കെ കഴിഞ്ഞാലേ പണം തരാൻ പറ്റുമെന്ന്. ഇത് കേട്ട് പേടിച്ച് നമ്മൾ വീണ്ടും പണം അയക്കും. ഒടുവിൽ നോക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് 0 ആയിരിക്കും. ഇതിനെ പിഗ് ബുച്ചറിങ് എന്ന് വിളിക്കുന്നത്. പിഗ് ബുച്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു പന്നിയെ അറുക്കുന്നതിന് മുമ്പ് അതിന് നല്ല ഭക്ഷണം കൊടുത്ത് തടിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ആദ്യം ലാഭം കാണിച്ച് കൊതിപ്പിക്കും, എന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം കൊണ്ടുപോകും. ഇതൊന്നും നോക്കൂ, മിക്കവാറും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് സൈപ്രസ് പോലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണെന്നാണ് പറയുക. പക്ഷെ പലപ്പോഴും ആ വിലാസം പോലും വ്യാജമായിരിക്കും. അവർ നൽകുന്ന ആപ്പുകളിൽ നിങ്ങൾ കാണുന്ന ആ ഗ്രാഫും ലാഭവും വെറും ആനിമേഷൻ മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പണം അന്നേരം തന്നെ അവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിൽ ഫോറക്സ് ട്രേഡിംഗ് നടത്താൻ കർശനമായ നിയമങ്ങളുണ്ട്. RBI അംഗീകരിച്ച കറൻസി പെയറുകളിൽ അംഗീകൃത എക്സ്ചേഞ്ചുകൾ വഴി മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു അജ്ഞാത വെബ്സൈറ്റിൽ പോയി പണം നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്ന് മാത്രമല്ല, അതിന് യാതൊരു സുരക്ഷയുമില്ല. ഒരു IT ജീവനക്കാരനാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രവാസിയാവട്ടെ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇത്തരം കെണികളിൽ പോയി കളയരുത്. അവർ നിങ്ങളുടെ ഇമോഷൻസിനെയാണ് ചൂഷണം ചെയ്യുന്നത്. റൊമാൻസ് സ്കാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് ഒടുവിൽ വലിയൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്നും അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമെന്നും പറഞ്ഞ് പണം തട്ടുന്ന രീതി. അല്ലെങ്കിൽ കംബോഡിയയിലോ മ്യാൻമറിലോ വലിയ ശമ്പളത്തിന് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയി നിങ്ങളെ ഇത്തരം തട്ടിപ്പുകൾ ചെയ്യാൻ നിർബന്ധിക്കുന്ന ക്രൂരമായ അവസ്ഥകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റെഡ് ഫ്ലാഗുകൾ പറയാം. 1, അമിത ലാഭം. ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ലാഭം ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണു ചിമ്മി പറയാം അത് തട്ടിപ്പാണ്. 2, സമ്മർദ്ദം. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഈ അവസരം പോകുമെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ നിർബന്ധിക്കും. 3, പണം അയക്കാൻ ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കും. ഈ പണം ആവശ്യപ്പെടുന്നത് വ്യക്തിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് തട്ടിപ്പാണ്. ഒരു വലിയ കമ്പനി ഒരിക്കലും അവരുടെ എംപ്ലോയിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പറയില്ല. ഇവിടെ ഒരു കാര്യം എടുത്തു പറയണം. ഞാൻ ഈ പറയുന്നത് ഇന്ത്യയിൽ നിയമാനുസൃതമായി നടക്കുന്ന ട്രേഡിങ്ങിനെയോ സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ്സിനെയോ താഴ്ത്തിക്കിട്ടാനല്ല. അവ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമാണ്. പക്ഷേ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം വ്യാജ ഫോറക്സ് ആപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പണം പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുക എന്നത് വലിയ പ്രയാസമാണ്. എങ്കിലും അബദ്ധത്തിൽ ഇത്തരം തട്ടിപ്പിൽ പെട്ടാൽ ഒട്ടും വൈകരുത്. 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതിപ്പെടുകയോ ചെയ്യുക. ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ ഇത്തരം തട്ടിപ്പുകളിൽ വളരെ നിർണായകമാണ്. ജീവിതത്തിൽ ഷോർട്ട് കട്ടുകൾ ഉണ്ടാകാം, പക്ഷെ അത് പണത്തിന്റെ കാര്യത്തിലാകുമ്പോൾ വഴി അവസാനിക്കുന്നത് വലിയൊരു കുഴിയിലായിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോടും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഒരാളുടെ വലിയ സമ്പാദ്യമായിരിക്കാം ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്. ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.